ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാത്തതായിട്ട് ആരുമില്ല. അപ്പോൾ ഈ ടെൻഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 5 ടിപ്പാണ്. ഇതെൻ്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ്. അപ്പോൾ പേഴ്സണലി ഞാൻ ചെയ്യുന്ന കാര്യം അത് എനിക്ക് നല്ല വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാ സമയവും നമ്മുടെ മൈൻഡിനെ റിലാക്സ് ആക്കി വെക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ടെൻഷൻ കുറയ്ക്കാൻ ഉള്ള ഒരു 5 ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഒറ്റയ്ക്കൊരു റൂമിലേക്ക് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്വാസം നന്നായിട്ട് വലിച്ചെടുക്കുക, അതുപോലെ തന്നെ പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇതെന്താ എല്ലാവരും ഇങ്ങനെ സാധാരണ ചെയ്യുന്നതല്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഒരു 5 മിനിറ്റ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം റിലാക്സ് ആവും. പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതുക. നമ്മുടെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടായാലും അതൊരു ചെറിയ ഡയറിയിലോ അല്ലെങ്കിൽ ബുക്കിലോ എഴുതി വെക്കുക. ഈ കാലത്ത് നമ്മുടെ വിഷമങ്ങളൊന്നും കേട്ടിരിക്കാനൊന്നും ആർക്കും സമയം ഉണ്ടാവില്ല. കാരണം എല്ലാവരും ജോലിയുടെ തിരക്കാണ്. അപ്പോൾ നമ്മുടെ വിഷമങ്ങൾ എന്താണെങ്കിലും നമ്മളതൊരു ഡയറിയിലേക്ക് എഴുതി വെക്കുക. നമ്മുടെ മനസ്സിൽ കൂടുതൽ വിഷമങ്ങൾ കിടന്നാൽ നമ്മൾ പറയും മറ്റൊരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഭാരം അങ്ങ് മാറും. പക്ഷേ ആ ഭാരം പറയാൻ വേണ്ടിയിട്ട് ആളില്ലാത്തവർ ഒരു ബുക്ക് എടുക്കുക, അതിലേക്ക് നമ്മുടെ വിഷമങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം എഴുതുക. ഞാൻ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്. നമ്മുടെ എല്ലാം എഴുതി വെച്ചിട്ട് അപ്പോൾ തന്നെ പകുതി നമ്മുടെ മനസ്സ് ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചെയ്ത് സത്യം പറഞ്ഞാൽ ഒരു മാജിക്ക് പോലെ തന്നെ ഫീൽ ചെയ്യും. അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ഒരു ടിപ്പ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ല എന്ന് പറയാൻ പഠിക്കണം. എല്ലാവർക്കും ഇപ്പം നമുക്കൊരു ഇതുണ്ട്, അയ്യോ അവരുടെ മുമ്പിൽ നമ്മളിങ്ങനെ ആകുമ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ. ആ തോന്നലാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും പ്രശ്നം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇല്ല എന്ന് പറയാൻ മടിക്കും, പറ്റത്തില്ല എന്ന് പറയാൻ മടിക്കും. പക്ഷേ അത് നമ്മളിൽ എന്ത് ചെയ്യും, കൂടുതൽ സ്ട്രെയിൻ ചെയ്യും. അപ്പം മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിന് ക്ഷീണവും കൂടും. നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ടെൻഷനും കൂടും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അതിനെയൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുകയും ചെയ്ത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ടെൻഷൻ കയറിയിരിക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടതല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ധൈര്യത്തോടെ ഇല്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ ആദ്യമേ പഠിക്കണം. അടുത്തതായിട്ട് 4ാമത്തെ ടിപ്പാണ്. നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ